പ്രധാനമന്ത്രിയെ അവഹേളിച്ചുവെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണിക്കെതിരെ കേസെടുത്ത് പോലീസ്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ പരാതിയിൽ കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. അപകീർത്തിപ്പെടുത്തൽ, കലാബാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ബെൻസൺ ബാബു വിവരങ്ങളുമായിട്ട് ചേരുന്നു. ബെൻസൺ, എന്താണ് വിശദാംശങ്ങൾ? സനീഷ്, ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന്റെ ഭാഗമായി ജാൻമണിയും ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് അവിടെ വെച്ച് നടത്തിയ അല്ലെങ്കിൽ അവിടെ നിന്ന് പങ്കുവെച്ച ഒരു വീഡിയോയിലുള്ള പരാമർശമാണ് ഇത്തരത്തിൽ കേസിന് ആധാരമായിരിക്കുന്നത്. അതിൽ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ മാതാവിനെയും അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചു എന്നുള്ളതാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള കാര്യം. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. പിന്നാലെയാണ് നവ്യ ഹരിദാസ് കോഴിക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിൽ കലാപാഹ്വാനം, അപകീർത്തികരമായിട്ടുള്ള രീതിയിലുള്ള പരാമർശം, അതും സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോയായി ആ പരാമർശങ്ങൾ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ജാൻമണി അതിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം എന്നിങ്ങനെ ഉള്ള വാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഒരു ക്ഷമാപണം ഉൾപ്പെടെ വീഡിയോ ആയി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അതിലൊരു ക്ഷമാപണം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ ഇതിനെതിരെ പരാതി നൽകണം എന്ന ആവശ്യം BJP ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നവ്യ ഹരിദാസ് ഇതിൽ പരാതി നൽകുകയും ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും കേസിൽ തുടർ നടപടികൾ ഉണ്ടാകും. സനീഷ്, ശരി, നന്ദി ബെൻസൺ വിവരങ്ങൾക്ക്. പ്രധാനമന്ത്രിയെയും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കാനും മറ്റുമൊക്കെ അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായിട്ട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഒക്കെ വളരെ മോശം വാക്കുകളിൽ അധിക്ഷേപിച്ചു എന്നതാണ് അങ്ങനെ ഒരു കേസിൻ്റെ ആധാരമായിട്ടുള്ളത്.